തിരുവനന്തപുരം പേട്ടയിലാണ് നാടോടി ദമ്പതികളുടെ 2 വയസ്സുകാരിയെ മകളെ തട്ടിക്കൊണ്ടുപോയെന്ന വാർത്ത ഇപ്പോൾ ബ്രേക്ക് ചെയ്യുന്നത്. പുലർച്ചെ 2 മണിയോടെയാണ് ഈ സംഭവം നടന്നത്. ദമ്പതികൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് മകളെ തട്ടിക്കൊണ്ടുപോയത് എന്ന കാര്യം കൂടി ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. 4 മക്കളുണ്ട് ഇവർക്ക്. അതിൽ ഒരു കുട്ടിയാണ് ഇപ്പോൾ തട്ടിക്കൊണ്ടുപോയത്. ഒരു സ്കൂട്ടറിലെത്തിയ സംഘം എന്ന വിവരം മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ പോലീസും പുറത്തുവിടുന്നില്ല. ഈ കേസിൻ്റെ ഒരു സ്വഭാവം പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പോലീസ് നൽകാൻ മടിക്കുന്നുണ്ട്. കാരണം തട്ടിക്കൊണ്ടുപോകൽ കേസാണ്, എന്താണ് എവിടേക്കാണ് എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വന്നാൽ അത് അന്വേഷണത്തെ ബാധിക്കുമെന്ന് പോലീസ് കരുതുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ ഫോട്ടോയൊക്കെ നൽകിയുള്ള രീതിയിലുള്ള അന്വേഷണങ്ങളും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. കുട്ടിയുടെ കൂടുതൽ ഫോട്ടോകൾ അത് ശേഖരിക്കുന്നുണ്ട് പോലീസ്. അത് നൽകിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ അന്വേഷണം നടത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ CCTV ദൃശ്യങ്ങൾ അത് നിർണായകമാണ്. അത് ഏതൊക്കെ മേഖലകളിൽ നിന്ന് ലഭിക്കുന്നു എന്നത് ഈ കേസിൽ വലിയ ലീഡ് നൽകും എന്ന ഒരു സ്ഥിരീകരണം കൂടി പോലീസിൻ്റെ ഭാഗത്തുണ്ടാകുന്നുണ്ട്. ഷഫീദ് റാവുത്തർ നൽകും കൂടുതൽ അപ്ഡേറ്റുകൾ. ഷഫീദ്, നമുക്ക് വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ലഭ്യമാക്കുന്നത്. അത് നേരത്തെ ഷഫീദ് സൂചിപ്പിക്കുകയും ചെയ്തു. പോലീസ് അതുകൊണ്ട് തന്നെ അത് വളരെ ജാഗ്രതയോടു കൂടി മാത്രമാണ് അതിൽ വിവരങ്ങൾ പുറത്തുവിടുന്നത്. അന്വേഷണത്തെ ഒരു ഘട്ടത്തിലും ബാധിക്കാൻ പാടില്ല എന്ന് പോലീസിന് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമാണ് മാധ്യമപ്രവർത്തകർ പോലും നൽകുന്നത്. അർദ്ധരാത്രിക്ക് ശേഷം നടന്നൊരു സംഭവമാണ്. പക്ഷേ ഇപ്പോഴും എവിടേക്ക് കുഞ്ഞിനെ കൊണ്ടുപോയി, ആരാണ് ഇവർ, ഒരു ലീഡും പോലീസിന് ലഭിക്കുന്നില്ല എന്നത് നമ്മളെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. കാരണം നമുക്ക് മുന്നിലുള്ള മുൻ സംഭവങ്ങൾ, പ്രത്യേകിച്ചും ഓയൂരിലും ആലുവയിലൊക്കെ ഉണ്ടായ സമാന സംഭവങ്ങൾ, അത് വലിയ ആശങ്ക നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെയൊരു കേസ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ മലയാളികളുടെ മനസ്സിലേക്ക് ആ 2 സംഭവങ്ങൾ ഉറപ്പായും വരും. അതുകൊണ്ട് തന്നെ ഈ കേസിലും അതേ ഒരു ആശങ്ക ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് ഷഫീദ്. അത് പോലീസിൻ്റെ ഭാഗത്തുനിന്നും വളരെ പെട്ടെന്ന് തന്നെ കൃത്യമായ ഒരു ഇടപെടൽ അത് ഉണ്ടാകേണ്ടതുണ്ട്. ഈ മണിക്കൂറുകളിലൊക്കെ തന്നെ പോലീസ് ഏത് രീതിയിലുള്ള അന്വേഷണം നടത്തിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഷഫീദ്. ഇക്കാര്യത്തിൽ ഒരു പ്രാഥമിക പ്രശ്നം എന്ന് പറയുന്നത് തിരുവനന്തപുരം സിറ്റി നമുക്കറിയാം, വലിയ പോലീസ് സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നതാണ്. പോലീസിന് നൈറ്റ് പട്രോൾ അടക്കമുള്ള സംവിധാനങ്ങൾ തലസ്ഥാന ക്യാപിറ്റൽ സിറ്റി ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായും വളരെ ഹൈ അലേർട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ്. പക്ഷെ അവിടെ നിന്നാണ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് എന്നുള്ളതാണ് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. അത് പോലീസിന്റെ വീഴ്ചയായി പിന്നീട് നമുക്ക് ഉറപ്പായും ചൂണ്ടിക്കാണിക്കാം. കാരണം ഈ സംഭവം നടക്കുന്നു 5 മണിക്കൂറിലധികം പിന്നിടുന്നു. ഇതുവരെയും കുട്ടി എങ്ങോട്ട് പോയി? ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ കന്റോൺമെന്റ്, ശംഖുമുഖം, കഴക്കൂട്ടം, ഈ അതിർത്തികൾ, ഈ സബ് ഡിവിഷനുകളുടെ അതിർത്തി പങ്കിടുന്ന ഏറ്റവും ജാഗ്രതയോടെ പോലീസ് പ്രവർത്തിക്കുന്ന ഒരു സ്ഥലത്താണ് ഒരു ആക്റ്റീവ സ്കൂട്ടർത്തി ഒരു 2 വയസ്സുള്ള കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകുന്നു എന്നുള്ള കാര്യം ഏറ്റവും സുപ്രധാനമാണ്. മാത്രവുമല്ല, അത് ഇനി ഏത് തരത്തിലേക്കുള്ള കിഡ്നാപ്പ് മോട്ടീവ് ഇതിന്റെ പിന്നിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും പോലീസിനെ സംബന്ധിച്ച് ആ പ്രതികളിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല, ആ കുഞ്ഞിനെ തിരിച്ചു കണ്ടെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് വളരെ വളരെ നിർണായകമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഈ വിഷയം ഉണ്ടായപ്പോൾ തന്നെ ഹൈ അലേർട്ട് പാസ് ചെയ്തിട്ടുള്ളത്. ഈ ഹൈ അലേർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള ഹൈ അലേർട്ട് എന്ന് പറഞ്ഞാൽ പോലീസ് ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ മാത്രം എല്ലാ ഡിവിഷനുകൾക്കും നൽകുന്ന ഒരു അലേർട്ട് സംവിധാനമാണ്. അത് പാസ് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം സിറ്റിയിലെ മുഴുവൻ പോലീസ് സംവിധാനവും ഈ കുട്ടിക്ക് വേണ്ടിയുള്ള അന്വേഷണം ഇതിനോടകം ആരംഭിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുലർച്ചെ 5 മണിയോടുകൂടി പോലീസ് സിറ്റി DCP പോലീസ് സ്റ്റേഷനിലേക്ക് നേരിട്ടെത്തി അന്വേഷണ നടപടികൾ ശരി, ഇപ്പോൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ, പെട്ട പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നും VA ഗിരീഷ് കൂടി ചേരുന്നുണ്ട് പുതിയ വിവരങ്ങളുമായി. ഗിരീഷ്, അതിപ്പോൾ 7-ാം മണിക്കൂറിലേക്ക് കടക്കുന്നു. ഈ വിവരം പുറത്തറിഞ്ഞിട്ട്, അല്ലെങ്കിൽ 2 മണിയോട് കൂടി എന്ന് പറയുമ്പോൾ പോലീസിന് ആ സമയത്താണ് വിവരം ലഭിച്ചതെന്ന് മനസ്സിലാക്കാം. 12 മണിക്ക് ശേഷം ഈ സംഭവം നടന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അന്വേഷണം ഏത് രീതിയിൽ നടക്കുന്നു, ഏത് മേഖല കേന്ദ്രീകരിച്ച് നടക്കുന്നു, പരമാവധി CCTV ദൃശ്യങ്ങൾ അത് പോലീസ് ശേഖരിച്ചിട്ടുണ്ടോ, അവർ കൂടുതൽ വിവരങ്ങൾ പുറത്തു വിടാൻ ഈ ഘട്ടത്തിൽ തയ്യാറാണോ, എത്ര സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടൊക്കെയാണ് ഇപ്പോഴത്തെ അന്വേഷണം? പ്രജൻ, ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളൊന്നും തന്നെ പോലീസ് ഇപ്പോൾ പുറത്തുവിടുന്നില്ല. കാരണം ഇത് ഒരുപക്ഷെ അന്വേഷണത്തിന്റെ പുരോഗതിയെ കാര്യമായി ബാധിച്ചേക്കാം എന്നൊരു ആശങ്ക പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ വഴിതടച്ചുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും രാത്രി ഈ 12 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് ഇപ്പോൾ മാതാപിതാക്കൾ പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. രാത്രി ഓൾ സയൻസ് ഭാഗത്ത് തെരുവച്ചൂടെ നടത്തുന്നവരാണ് ഈ മാതാപിതാക്കൾ. ഹൈദരാബാദ് സ്വദേശികളാണ്. ഇവർക്ക് 4 മക്കളാണുള്ളത്. ഇതിൽ ഏറ്റവും ഇളയ കുട്ടിയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്, അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. ഇതിൽ കുട്ടിയുടെ സഹോദരനാണ് ഇത്തരത്തിൽ സ്കൂട്ടറിലെത്തിയ ഒരാൾ തട്ടിക്കൊണ്ടുപോയതായിട്ടുള്ള ഒരു മൊഴി പോലീസിന് നൽകിയിരിക്കുന്നത്. ഇതിൽ സംശയാസ്പദമായി ഒരു സ്കൂട്ടർ അവിടെ വന്ന് നിൽക്കുന്നത് കണ്ടു എന്നുള്ളതാണ് ഈ കുട്ടിയുടെ സഹോദരൻ നൽകിയിരിക്കുന്ന മൊഴി. ഇത് കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ബൈപ്പാസിലും പേട്ടയിലും അതോടൊപ്പം തന്നെ ഈഞ്ചക്കലിലുമൊക്കെ ഇത്തരത്തിൽ തെരുവ് കച്ചവടം നടത്തുന്ന
നിരവധി കുടുംബങ്ങളുണ്ട്. എല്ലാം ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള നാടോടി കുടുംബങ്ങളാണ്. ഇവർ കുടുംബമായി ഇവിടുത്തെ ഇത്തരത്തിലുള്ള കച്ചവടം നടത്തുകയും അതിനുശേഷം തെരുവിൻ്റെ സമീപത്ത് റോഡരികിൽ തന്നെ പലപ്പോഴും താമസിക്കുകയും കിടന്നുറങ്ങുകയും ഒക്കെ ചെയ്യുന്നവരാണ്. അങ്ങനെ കിടന്നുറങ്ങിയ ഒരു കുടുംബത്തിലെ 2 വയസ്സുകാരിയാണ് ഇപ്പോൾ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത്. കുട്ടി കൊതുകുവലയ്ക്കുള്ളിൽ കിടന്നുറങ്ങുകയായിരുന്നു എന്നുള്ളതാണ് മാതാപിതാക്കൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഏതായാലും ഈ ഭാഗവുമായി ബന്ധപ്പെട്ട ഓൾ സയൻസ് ഭാഗം, അതോടൊപ്പം തന്നെ മറ്റ് ഭാഗങ്ങൾ, കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ, ഇവിടെ എല്ലാം കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം കുട്ടിയുമായി ആരെങ്കിലും ഇത്തരത്തിൽ കുട്ടിയെ തട്ടിക്കൊണ്ട് പോയതിനു ശേഷം റെയിൽവേ സ്റ്റേഷനിലേക്കോ അല്ലെങ്കിൽ സമീപ ഭാഗങ്ങളിലേക്കോ എത്തിയോ ട്രെയിനിൽ കയറിപ്പോയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പോലീസ് ഇപ്പോൾ ഏറ്റവും പ്രാഥമികമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. കേസന്വേഷണം ഇപ്പോഴും പ്രാഥമിക ഘട്ടത്തിലാണ് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന സൂചനകൾ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അതോടൊപ്പം തന്നെ സമീപത്തുള്ള എല്ലാ CCTV ദൃശ്യങ്ങളും ഇപ്പോൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വാഹന പരിശോധന ഇപ്പോൾ തലസ്ഥാനത്ത് ഊർജിതമാക്കിയിട്ടുണ്ട്. സംശയം തോന്നുന്ന വാഹനങ്ങളെല്ലാം തന്നെ തടഞ്ഞു നിർത്തി പരിശോധിക്കുന്ന ഒരു പരിശോധനാ സംവിധാനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു വിശദമായ പരിശോധന തന്നെയാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമുക്കറിയാവുന്ന പോലെ ഈ ഓൾ സയൻസിന്റെ ഭാഗം അല്ലെങ്കിൽ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ VSSയുടെ ഭാഗം എന്നൊക്കെ പറയുന്നത് ഈ ആളൊഴിഞ്ഞ മേഖലകൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിൽ വിശദമായ പരിശോധന നടത്താൻ തന്നെയാണ് പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതും. DCP നേരിട്ട് 5 മണിയോടെ പേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി ഇവിടെ അന്വേഷണത്തിന്റെ പുരോഗതി വിലയിരുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. സിറ്റിയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഇത്തരത്തിൽ നിർദ്ദേശം നൽകിക്കൊണ്ട് എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരെയും പോലീസ് സ്റ്റേഷനുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമഗ്രമായ അന്വേഷണം തന്നെയാണ് പോലീസ് ഇക്കാര്യത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ അല്ലെങ്കിൽ അന്വേഷണത്തിൻ്റെ പുരോഗതി ഒന്നും തന്നെ വെളിപ്പെടുത്താൻ പോലീസ് ഇപ്പോൾ തയ്യാറായിട്ടില്ല. മറ്റു ചില സംശയങ്ങൾ കൂടി പോലീസിന് ഇക്കാര്യത്തിലുണ്ട്. അത് നാടോടി കച്ചവട സംഘങ്ങളുമായി തന്നെ ബന്ധപ്പെട്ടതാണ്. ഇവർ തമ്മിലുള്ള ഏതെങ്കിലും പക ഇതിന് പിന്നിലുണ്ടോ എന്നുള്ളതും പോലീസ് ഇപ്പോൾ സംശയിക്കുന്നുണ്ട്. ഈ തരത്തിലേക്കും ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ്. പ്രജിൻ. ശരി, പി ഗിരീഷാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പേട്ടയിലാണ് ഈ തട്ടിക്കൊണ്ടുപോകൽ ഉണ്ടായത്. ഏറ്റവും വിലങ്ങുതടിയെ നിൽക്കുന്നത് കൃത്യമായ വിവരങ്ങൾ ഈ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നും അറിയാൻ അത് പോലീസിന് അത് ശ്രമകരമായ ജോലിയാണ്. ഇവർ സാധാരണക്കാരായ നാടോടി കുടുംബമാണ്. അവരുടെ മകളെയാണ് ഇപ്പോൾ തട്ടിക്കൊണ്ടുപോയത്. അവർ നൽകുന്ന കുറച്ചു മാത്രം വിവരങ്ങൾ, എന്നാൽ കൃത്യമായി എന്താണ് ആരാണ് എന്നൊക്കെയുള്ള വിവരങ്ങൾ അത് കൃത്യമായി അവർ പറയുന്നുമില്ല. അത് ഒരുപക്ഷെ ഭാഷ തടസ്സമാവുന്നുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങൾ കൂടി പുറത്തുവരുന്നുണ്ട്. ഗിരീഷ്, അത്തരം പ്രശ്നങ്ങളുണ്ടോ? കാരണം കൃത്യമായി ഒരു ഹൈദരാബാദ് സ്വദേശികളാണെന്ന് പറയുന്നു. സാധാരണ നാടോടി കുടുംബമാണ് ഇവരുടേത്. ഈ 4 മക്കളിൽ ഒരാളെ മാത്രം തട്ടിക്കൊണ്ടുപോകുന്നു. ഈ വീട് ഇവർ താമസിക്കുന്ന ഈ ഏരിയ അത് വീട്ടിലാണോ അത് വീടാണോ? കാരണം ഈ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ മേഖലയിൽ സാധാരണഗതിയിൽ ചെറിയ കച്ചവടം നടത്തി ജീവിക്കുന്നവരാണ് ഈ നാടോടി കുടുംബം എന്നാണ്. അപ്പോൾ അവർ താമസിച്ച ആ മേഖല അതൊരു കോളനിയാണോ? വീട് കൃത്യമായി ഇവർക്കുണ്ടോ? അപ്പോൾ വീടിനകത്തേക്ക് കടന്നു വന്ന് ഈ കുട്ടിയെ എടുത്തുകൊണ്ടുപോയി എന്നൊക്കെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്താണ് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ? പ്രജൻ, ഇവർക്ക് ഇത്തരത്തിൽ കച്ചവടം നടത്തുന്ന കുടുംബങ്ങൾ എല്ലാവരും തന്നെ റോഡരികിൽ തന്നെ താമസിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ശീലം. ഇത്തരത്തിൽ റോഡരികിൽ താമസിച്ചിരുന്ന ഒരു കുടുംബത്തിലെ കുട്ടിയെയാണ് ഇപ്പോൾ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത്. ഇത് വീടോ അല്ലെങ്കിൽ മറ്റ് കോളനിയോ അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും തന്നെയില്ല. റോഡരികിൽ കിടന്നുറങ്ങുക ഈ കുടുംബങ്ങളുടെ ഒരു രീതി അങ്ങനെയാണ്. ഈ കച്ചവടം കഴിഞ്ഞ ശേഷം റോഡരികിൽ കിടന്നുറങ്ങുക, അതിനുള്ള സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ്. സ്വാഭാവികമായും ഇത്തരത്തിൽ ഓൾ സയൻസിന് സമീപം ഇത്തരത്തിൽ റോഡരികിൽ കിടന്നുറങ്ങുകയായിരുന്നു ഈ കുടുംബം. 4 മക്കളുണ്ടായിരുന്നു, മാതാപിതാക്കളുണ്ടായിരുന്നു. ഇതിനിടയിൽ ഇവർ 12 മണിയോടെ ഉറങ്ങാൻ കിടന്നു. അതിനുശേഷമാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അവർ 1 മണി കഴിഞ്ഞപ്പോൾ തന്നെ പേട്ട പോലീസ് സ്റ്റേഷനിലെത്തി. വളരെ പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ സംഭവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ തട്ടിക്കൊണ്ടുപോയ കുട്ടിയുടെ സഹോദരന്റെ ഒരു മൊഴിയാണ് ഇക്കാര്യത്തിൽ ഏറെ നിർണായകമായിട്ടുള്ളത്. വാഹനത്തിലെത്തിയ ഒരു സംശയാസ്പദമായ തരത്തിൽ ഒരു വാഹനം കണ്ടു, ഒരു 2 വീലർ കണ്ടു എന്നുള്ളതാണ് ഈ സഹോദരൻ മൊഴി നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അപ്പോൾ തന്നെ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിരവധി കുടുംബങ്ങൾ ഇത്തരത്തിൽ താമസിക്കുന്നുണ്ട്. ഇവരെയൊക്കെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ നാടോടികൾ
കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ പോലീസിന്റെ പരിശോധന നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു പരിശോധനയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. പ്രജിൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ സംഭവം നടന്നിട്ട് ഏതാണ്ട് 6 മണിക്കൂറുകൾ അല്ലെങ്കിൽ 7 മണിക്കൂറുകൾ പിന്നിടുന്നു എന്നുള്ളതും ഒരു വാസ്തവമാണ്. പക്ഷേ അപ്പോഴും പോലീസിന് ചില തടസ്സമായി നിന്നത് ഇവരുമായി ആശയവിനിമയത്തിലുള്ള, കാരണം നാടോടി സ്ത്രീകളാണ്, ഹൈദരാബാദ് സ്വദേശികളാണ്. ഇവരുമായി ആശയവിനിമയം നടത്തി യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് അറിയേണ്ടതുണ്ടായിരുന്നു, ഇവരുടെ മൊഴി എടുക്കേണ്ടതുണ്ടായിരുന്നു. ഇതിനൊക്കെ ശേഷമാണ് പോലീസ് ഇപ്പോൾ ഈ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ ഒരു വിശദമായ അന്വേഷണത്തിലേക്കും വിശദമായ പരിശോധനയിലേക്കുമൊക്കെ കടന്നിരിക്കുന്നത്. പ്രജി, ശരി, കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക ഗിരീഷ്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചില ലീഡുകളിലേക്ക് ആണ് ഇനി പോകേണ്ടത്. എങ്കിൽ മാത്രമാണ് കൃത്യമായി ആരാണ് എവിടേക്കാണ് ഈ കുട്ടിയെ കൊണ്ടുപോയതെന്നൊക്കെയുള്ള വിവരങ്ങൾ അറിയാൻ സാധിക്കുക. ഇപ്പോൾ ഗിരീഷ് ഏറ്റവും ഒടുവിൽ പറഞ്ഞ കാര്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കുട്ടിക്കൊപ്പം കിടന്നുറങ്ങിയായിരുന്ന കുട്ടിയുടെ സഹോദരന്മാരിൽ ഒരാൾ പറഞ്ഞ കാര്യം അത് നിർണായകമാണ്. ഒരു സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരു 2 വീലർ കണ്ടു, സ്കൂട്ടർ കണ്ടു. ആ സ്കൂട്ടറിലെത്തിയ സംഘമാണ് കുട്ടി തട്ടിക്കൊണ്ടുപോയത് എന്ന് ഏറെക്കുറെ ഇപ്പോൾ പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. അവരാര് എന്നത് ആണ് ഇപ്പോൾ മനസ്സിലാക്കാനുള്ളത്. അവർക്ക് ഈ കുട്ടിയുടെ കുടുംബവുമായി എന്താണ് ബന്ധം എന്നതുകൂടി അറിയേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് എന്താണ് കൃത്യമായ മോട്ടീവ്, ഒപ്പം എങ്ങോട്ട് എന്തിനു കൊണ്ടുപോയി എന്നൊക്കെ അറിയാൻ സാധിക്കുക. എന്തായാലും വളരെ അസ്വസ്ഥപ്പെടുത്തുന്ന, നമ്മൾ നടക്കുന്ന വാർത്തയാണ് തലസ്ഥാന നഗരിയിൽ നിന്നും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ അപ്ഡേറ്റുകളിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.